ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർഡ് അറിവ്. ബജാജ് അവരുടെ ഏറ്റവും പുതിയ N160യും N150യും കൊണ്ടുപോയിട്ടുണ്ട് 2024 മോഡൽ. 2024 വേണ്ടി ഇതിലേക്ക് ഒരു അപ്ഡേഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. നോർമലി ബജാജിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. അവരെന്തെങ്കിലും കളർ മാറ്റും, അല്ലെങ്കിൽ പുതിയ ഗ്രാഫിക്സ് കൊണ്ടുവരും. അതാണ് വർഷങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ RS200ഉം അതേപോലെ തന്നെ NS200 ഉണ്ട്. 10 വർഷത്തിന് മേലെയായിട്ട് ഈ വണ്ടികളൊക്കെ മാർക്കറ്റിലുണ്ട്. ഇത്രയും നാളായിട്ട് വലിയൊരു അപ്ഡേറ്റ് ഒന്നും അവരതിൽ കൊണ്ടുപോയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് കളറും മാറ്റും, ഇടയ്ക്കിടയ്ക്ക് പുതിയ ഗ്രാഫിക്സും മാറ്റും. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് നമ്മുടെ NS200 ആ ഒരു USD ഫോക്കോ വന്നത്. അത്രയ്ക്ക് പിശിക്ക് അപ്ഡേഷൻ കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് നമ്മുടെ ബജാജ് എന്ന് പറയുന്നത്. അതായത് നല്ല പോലത്തെ വണ്ടികളൊക്കെ ഇറക്കും, പിന്നീട് അവർ തിരിഞ്ഞു നോക്കത്തില്ല. അപ്ഡേഷൻ കൊടുക്കാനായിട്ട് അവർക്ക് നല്ല പോലെ തന്നെ പാടാണ്. നേരെ മറിച്ച് TVSഉം ഹീറോ ഒക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ വണ്ടികളിൽ എപ്പോഴും ഒരുപാട് ഫീച്ചേഴ്സും കൊടുക്കും, പെട്ടെന്ന് അപ്ഡേഷനൊക്കെ കൊടുക്കുന്ന ബ്രാൻഡുകളാണ്. പക്ഷേ ഇത്തവണ നമ്മുടെ ബജാജ് അത്രയ്ക്ക് നിരാശപ്പെടുത്തിയിട്ടില്ല. കാരണം നോക്കുകയാണെങ്കിൽ യൂഷ്വലായിട്ട് അവർ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ N150യിലും N160യിലും പുതിയ കളർ സ്കീമും പുതിയ ഗ്രാഫിക്സും അതേപോലെ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് നോക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു ഇൻസ്റ്റോൺ ക്ലസ്റ്റർ വണ്ടിയിൽ വരുന്നുണ്ട്. അതാണ് ഈ രണ്ട് വണ്ടികളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ബാക്കിയുള്ള ഫീച്ചേഴ്സ് നോക്കിയാൽ സെയിം ആണ്. അതായത് വണ്ടിയുടെ ആ ഒരു ബാക്കിയുള്ള ഫീച്ചേഴ്സും പിന്നെ ഹാർഡ്വെയർസും സ്റ്റൈലിങ്ങും അതേപോലത്തെ എല്ലാ കാര്യങ്ങളും തന്നെ സിമിലറാണ്. ഈ രണ്ട് വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നാളേ ഉള്ളൂ, അതുകൊണ്ട് അതിനൊന്നും അവർ മാറ്റം കൊടുത്തിട്ടില്ല. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം ഈ പുതിയ വന്നേക്കുന്ന ആ ഒരു LCD സ്ക്രീനാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിലുള്ള കുഞ്ഞു സ്കൂട്ടറുകളിൽ വരെ കളർ TFT ഡിസ്പ്ലേക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പം ബജാജും ഇതേപോലത്തെ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് വളരെ അനിവാര്യമായ കാര്യമാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ്. ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ ഹാൻഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഡെഡിക്കേറ്റഡ് ആയ ഒരു ബട്ടൺ വരെയും കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ ബജാജിൻ്റെ പുതിയൊരു ആപ്പുണ്ട്, ബജാജ് റൈഡ് കണക്ട് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അതുവഴി നമ്മൾ ഫോൺ കണക്ട് ചെയ്താൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സിൽ കാണാൻ കഴിയുന്നതാണ്. അതായത് ഇൻകമിംഗ് കോൾസ്, മെസ്സേജ്, അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഇൻകമിംഗ് കോൾ വേണമെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യാം, റിജക്റ്റ് ചെയ്യുകയും ചെയ്യാം ഇതുവഴി തന്നെ. പിന്നെ നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ ബാറ്ററി ആ ഒരു പെർസെൻറ്റേജ് നമുക്ക് വണ്ടിയുടെ ആ ഒരു സ്ക്രീനിൽ കാണാൻ കഴിയും. അതേപോലെ തന്നെ മൊബൈൽ സിഗ്നലിൻ്റെ സ്ട്രെങ്തും നമുക്ക് വണ്ടിയുടെ ആ ഒരു സ്ക്രീനിൽ കാണാൻ കഴിയുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഇൻഫർമേഷൻ, അതായത് ആ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, പിന്നെ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ, പിന്നെ ഡിസ്റ്റൻസ് ടു MT, റിയൽ ടൈം മൈലേജ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ കാണാൻ കഴിയുന്നതാണ്. പിന്നെ ഇതിൽ നാവിഗേഷനും കൊടുത്തിട്ടുണ്ട്. ഈ പുതിയ മോഡലുകളിലെ ബുക്കിംഗ് അടുത്ത ആഴ്ച തന്നെ തുടങ്ങുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നോർമലി ഉള്ള N160 N150 ഏകദേശം 3000 രൂപയോളം കൂടുതലായിരിക്കും എന്നും പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോയിൽ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു ഉടനെ കാണാം.